2007 സിയോളിലേക്ക് എത്തുന്ന ഡാഹി പല വീടുകൾ മാറിയാണ് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എത്തുന്നത്. ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണെന്നും എഗ്രിമെന്റ് റിന്യൂ ചെയ്യുന്നില്ല എന്നും അവൾ ഓണറെ അറിയിക്കുന്നതിലൂടെയാണ് 3ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇനി മറ്റൊരു താമസ സ്ഥലം എങ്ങനെ കണ്ടെത്തും എന്നതാണ് അടുത്ത പരിപാടി. ഓഫീസിലേക്ക് വരുന്ന വഴി ക്രിപ്റ്റോ നോക്കിയിരിക്കുകയാണ് അവൾ. റേറ്റ് കൂടിയെങ്കിലും അവൾ വളരെ തുച്ഛമായ തുക മാത്രമേ അതിൽ ഇട്ടിരുന്നുള്ളൂ. ഓഫീസിലേക്ക് പോകുന്ന വഴി ജിസോങ്ങും യുങ്സാങ്ങും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ ഞാനറിയാതെ ക്രിപ്റ്റോയിൽ പണം ഇട്ടു തുടങ്ങിയല്ലേ എന്ന് ജിസോങ് പറയുമ്പോൾ, കുറച്ച് പണം ഇട്ടു, അതിൽ നിന്ന് എന്ത് കിട്ടാനാണെന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണ് യുങ്സാങ്. ഞാൻ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറാൻ പോവുകയാണെന്ന് ഡാഹി പറയുമ്പോൾ, എൻ്റെ ബോയ്ഫ്രണ്ട് എന്നെ പറ്റിക്കുകയാണെന്നാണ് തോന്നുന്നത്, ഇപ്പോൾ എൻ്റെ കോളൊന്നും അവൻ എടുക്കാറില്ല എന്ന് ജിസോങ്ങും പറയുന്നുണ്ട്. എന്നാൽ ഡാഹിയുടെ തലവേദന ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് നടന്നതെന്നോ അവൾ മറന്നുപോയിരുന്നു. ഇതേ സമയം ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രൊമോഷന്റെ കാര്യം പറയാൻ തുടങ്ങുന്നതും, സത്യത്തിൽ എൻ്റെ വർക്കിനേക്കാൾ മെറ്റീരിയൽ പ്രസന്റേഷനൊക്കെ നിന്റെ തന്നെ ആയിരുന്നു നല്ലതെന്ന് തുറന്നു പറയുകയാണ് ഡാഹി. മോശമായി സംസാരിച്ചതിന് ഡാഹി ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയോട് ക്ഷമ ചോദിക്കുന്നു, കൂടെ തലയിൽ അടിച്ചതിനും. എന്നാൽ നീ എന്നെ അടിച്ചില്ലല്ലോ, ആള് മാറിയതായിരിക്കും എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുമ്പോഴാണ് വേറെ ഏതോ ഒരാളെ അടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. എന്നാലും അതാരാണെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഒരു പുതിയ പ്രൊഡക്റ്റിന്റെ ആഡ് കാണിക്കുകയാണ് ജിയു. എല്ലാവർക്കും അത് ഇഷ്ടമാകുന്നുണ്ട്. തലയിൽ എന്താ പറ്റിയ എന്നൊരു സ്റ്റാഫ് ചോദിക്കുമ്പോൾ, എനിക്കും അത് തന്നെയാണ് അറിയേണ്ടതെന്ന് പറഞ്ഞ് ജിയു നേരെ പോകുന്നത് ഡാഹിയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണ്. അവരാണെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. ജിയു അവരുടെ ഇടയിൽ കയറിയിരുന്ന് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും ഡാഹിയോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ, ഈ ആംഗിളിൽ നിന്ന് നോക്ക് എന്ന് പറയുമ്പോഴാണ് ജിയുവിൻ്റെ തലയിലെ മുറിവ് കാണുന്നതും തലേ ദിവസം നടന്ന കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നതും. ജിയു അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നാൽ നീ ഇവിടെ നടന്ന് സമയം കളയാതെ പോയി വിന്റർ ഗെയിംസിൽ ജോയിൻ ചെയ്യും, സ്പോർട്സിൽ നല്ല ഭാവിയുണ്ട്, അതുപോലെയല്ലേ ഇടിച്ചെന്ന് പറയുകയാണ് ജിയു. കുടിച്ച് ബോധം പോയപ്പോൾ ചെയ്തതല്ലേ എന്ന് അവൾ വീണ്ടും പറയുമ്പോൾ, അതെ, നീ ഇന്നലെ ഒരു പാട്ടുപാടിയില്ലേ, അതെങ്ങനെ അറിയാമെന്നും നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നും ചോദിക്കുകയാണ് ജിയു. സീൻ കട്ടായാൽ ജിസോങ്ങിന്റെ അസിസ്റ്റന്റ് മാനേജർ എല്ലാവരെയും ലഞ്ചിന് വിളിക്കുകയാണ്. എന്നാൽ ഞാൻ ഡയറ്റിലാണ്, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറയുകയാണ് ജിസോങ്. എന്നാൽ അസിസ്റ്റന്റ് മാനേജർ ജിസോങ്ങിന് വേണ്ടി തന്നെയാണ് ആ ലഞ്ച് വെച്ചതെന്ന് തോന്നുന്നു. എല്ലാവരും നിർബന്ധിച്ചു വന്ന ജിസോങ്ങിന് ഫുഡ് എടുത്തു കൊടുക്കുന്നു, നാപ്കിൻ എടുത്തു കൊടുക്കുന്നു. അതെന്താ ജിസോങ്ങിന് മാത്രം ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് അസിസ്റ്റന്റ് മാനേജറിനോട് മറ്റു സ്റ്റാഫുകൾ. എന്നാൽ ആരും തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുകയാണ് ജിസോങ്. അത് കേൾക്കുമ്പോൾ അസിസ്റ്റന്റ് മാനേജറിന്റെ മുഖം വാടുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജർ അവിടെ നിന്നും എണീറ്റ് പോകുമ്പോൾ ജിസോങ്ങും അസിസ്റ്റന്റ് മാനേജരും നല്ല മാച്ചാണ്, നിങ്ങൾക്ക് പ്രണയിച്ചുകൂടെ എന്ന് മറ്റു സ്റ്റാഫുകൾ പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് തിരിച്ചു പറയുകയാണ് ജിസോങ്. അതൊക്കെ ഞങ്ങൾക്കറിയാം, അവൻ ഫോറിനർ അല്ലേ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അധികം നിലനിൽക്കില്ല എന്നൊരു സ്റ്റാഫ് പറയുമ്പോൾ ജിസോങ്ങിന് ദേഷ്യം വരികയാണ്. കൂടെ അവൾ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ ലവർ കുറേ നാളായി അവൾക്ക് മെസ്സേജ് അയക്കാത്തത് കാണാം. ഇന്ന് കാലത്ത് അവൾ കൂട്ടുകാരോട് പറഞ്ഞതേ ഉള്ളൂ അവൻ എന്നെ പറ്റിക്കാണോ എന്നൊരു സംശയമുണ്ടെന്ന്. ഇവിടെയാണെങ്കിൽ ജിയു എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് കള്ളം പറഞ്ഞെന്ന് യുങ്സാങ്ങിനോട് പറയുകയാണ് ഡാഹി. അതിന് നിനക്ക് ഇപ്പോൾ ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, സാരമില്ല, പോട്ടെ, ഇനി എന്തായാലും ഡോക്ടർ ജിയുവിനെ നിനക്ക് കാണണ്ടല്ലോ എന്ന് പറയുകയാണ് യുങ്സാങ്. എന്നാൽ 2 ടിക്കറ്റ് എടുത്ത് കാണിച്ച്, ഈ ടിക്കറ്റ് ആ ജിയു എനിക്ക് തന്നതാണ്, ബോയ് ഫ്രണ്ടിനെയും കൂട്ടി നാളെ ക്ലബിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഡാഹി സങ്കടം പറയുമ്പോൾ യുങ്സാങ്ങിന് ചിരി വരുന്നുണ്ട്. കാരണം ഡാഹിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, ഇനി ഒരു ബോയ് ഫ്രണ്ടിനെ എവിടെ നിന്ന് ഒപ്പിക്കും. അന്ന് രാത്രി 3 പേരും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ജിസോങ് ബാക്ക്ഗ്രൗണ്ടൊക്കെ പെർഫെക്റ്റ് ആയി ചേഞ്ച് ചെയ്യുകയാണ്. ഡാഹിയുടെ പ്രൊഫൈൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്. വേറെ ഒന്നിനുമല്ല, ബ്ലൈൻഡ് ഡേറ്റിന് പോവാനാണ്. ആരെയെങ്കിലും ഒപ്പിച്ചാലല്ലേ ക്ലബിലേക്ക് ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ഡാഹിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ കുറച്ച് ഓവറായി തോന്നുന്നില്ലേ എന്ന് ഡാഹി ചോദിക്കുമ്പോൾ, എന്നാൽ പോയി നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, കള്ളം പറഞ്ഞതാണെന്ന് ജിയുവിനോട് തുറന്നു പറയാൻ പറയുകയാണ് ജിസോങ്. അടുത്ത ദിവസം ലഞ്ച് ബ്രേക്കിന് പുതിയ വീട് പോയി നോക്കുകയാണ് ഡാഹി. വീട് ഇഷ്ടമായെങ്കിലും അതിൻ്റെ റെന്റ് അവൾക്ക് താങ്ങുന്നതിലും അധികമായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ക്രിപ്റ്റോയിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് യുങ്സാങ് കടം വീട്ടിയതാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. ഞാനും അതുപോലെ ചെറിയ തുക ഇടാതെ വലിയ തുക ഇടും എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് ബസ് കയറുകയാണ് അവൾ. എന്നാൽ കാർഡിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഇല്ലാതെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഡാഹിയെ. ഈ ആളാണ് ക്രിപ്റ്റോയിൽ വലിയ തുക ഇടാൻ പോകുന്നത്. യുങ്സാങ് ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. അവൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഓഫീസിലുള്ളവർക്ക് വിൽക്കുന്ന സ്വഭാവമുണ്ട്.
അതിൽ നിന്നും അവൾ അത്യാവശ്യം കാശും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് മഴക്കാർ കണ്ടതുകൊണ്ട് കാലത്ത് കുറെ കുടയും പൊക്കി പിടിച്ചാണ് വന്നത്. എന്നാൽ ഇതുവരെ മഴ പെയ്യാത്തത് കണ്ട് വിഷമിച്ചു നിൽക്കുന്ന നേരത്താണ് ഗ്ലാസ്സിൽ വെള്ളം വീഴുന്നത് കാണുന്നത്. ഹാപ്പിയായി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് മഴ ആയിരുന്നില്ല, ഒരാൾ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് വൃത്തിയാക്കുകയായിരുന്നു. കാലാവസ്ഥ ഓഫീസിലേക്ക് വിളിച്ച് ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല എന്നറിയുമ്പോൾ യുങ്സാങ്ങിന്റെ ബോധം പോകുകയാണ്. ജിസോങ് അവളുടെ വർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ് സീനിയർ. ഇന്ന് തന്നെ റിപ്പോർട്ട് റീസബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാത്രിയായിട്ടും ജിസോങ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന അവളോട് ഇഷ്ടമുള്ള അസിസ്റ്റന്റ് മാനേജർ അവളെ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല അവളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. കാരണം നാളെ അവൾ അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. ഈ സമയത്ത് ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയാണ് ഡാഹി. അവനെയും കൊണ്ട് അവൾ നേരെ പോകുന്നത് ജിയു പറഞ്ഞ ക്ലബിലേക്ക് ആണ്. അവിടെ പാട്ടുപാടുന്ന ജിയുവിനെ കണ്ട് ഡാഹി ഞെട്ടുകയാണ്. കൂടെ ജിയുവിൻ്റെ പെർഫോമൻസിൻ്റെ അവസാനം അവൻ്റെ കയ്യിൽ നിന്നും ഡ്രമ്മിൻ്റെ സ്റ്റിക്ക് തെറിച്ചു നേരെ ചെന്ന് വീഴുന്നത് ഡാഹിയുടെ കൂടെ ഡേറ്റിന് വന്നില്ലേ അവൻ്റെ തലയിലാണ്. ഇതറിയാതെ വീണതാണോ അതോ അറിഞ്ഞതുകൊണ്ട് ജിയു എറിഞ്ഞതാണോ എന്ന് ജിയുവിന് മാത്രമേ അറിയൂ. ഹോസ്പിറ്റലിൽ സ്റ്റിച്ചിട്ട് വരുന്ന ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആളോട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡാഹി ചോദിക്കുമ്പോൾ എന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതുപോലെയാണോ തോന്നുന്നത്? ഒറ്റ ദിവസം കൊണ്ട് തന്നെ മതിയെന്നും പറഞ്ഞ് പോകുകയാണ് അവൻ. എന്നാൽ ഇതെല്ലാം കേട്ട് വന്ന ജിയു ഡാഹിയെ കളിയാക്കി. എൻ്റെ പാട്ട് നിനക്ക് ഇഷ്ടമായെന്നൊന്നും പറയണ്ട, പക്ഷേ നിൻ്റെ പാട്ടിൻ്റെ സെലക്ഷൻ കുറച്ചുകൂടി നല്ലതാക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ പിന്നാലെ പോയി അവനോട് വഴക്കുണ്ടാക്കുകയാണ് ഡാഹി. നിൻ്റെ പാട്ടൊക്കെ കൊള്ളാം എന്നും, എന്നാൽ എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. എങ്ങനെയുള്ള പാട്ട് കേൾക്കണം, എന്ത് കഴിക്കണം, എന്ത് കാണണം എന്നെല്ലാം ഉള്ളത് എൻ്റെ ഇഷ്ടങ്ങളാണെന്ന് തുറന്നു പറയുകയാണ് അവൾ. ഇവിടെ ഫ്ലൈറ്റ് മിസ്സായ വിഷമത്തിൽ ഇരിക്കുകയാണ് ജിസോങ്. നേരിട്ട് കണ്ട് അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു എന്ന് സങ്കടം പറയുമ്പോൾ തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയാണ് അസിസ്റ്റന്റ് മാനേജർ ചോയ്. എന്നാൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല എന്ന് ജിസോങ് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള തരത്തിലേക്ക് മാറാമെന്ന് ചോയ് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല, എനിക്ക് നല്ല ഹാൻസമായ ആളെയാണ് ഇഷ്ടം എന്ന് പറയുകയാണ് ജിസോങ്. ഇതെല്ലാം പറഞ്ഞ് അവൻ്റെ കാറിൽ തന്നെ അവൾ കയറി പോകുന്നുണ്ട്. എന്തായാലും ജിസോങ് റിജക്റ്റ് ചെയ്ത വിഷമത്തിൽ ചോയിയെ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞല്ലോ എന്ന വിഷമത്തിൽ ജിസോങ്ങും ഇരുന്ന് കരയുന്നത് കാണാം. ഇതിനിടയ്ക്ക് യുങ്സാങ് അവളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു. രണ്ടുപേരും പാസ്റ്റിലെ പല പ്രശ്നങ്ങളും ക്യാഷിന്റെ കാര്യവുമെല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് കാണാം. അവൾ വീടെത്തി അതിനെപ്പറ്റി പറഞ്ഞാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചു എന്നെ പറ്റിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുകയാണ് ജിസോങ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തൻ്റെ സേവിങ്സ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു. ക്യാഷ് ക്രിപ്റ്റോയിലിട്ട് പുതിയ വീട്ടിലേക്ക് ഡാഹി ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ക്രിപ്റ്റോയിലിട്ട ക്യാഷ് ഇരട്ടിയായി തിരിച്ചു കിട്ടുമോ അതോ ഒക്കെയും പോകുമോ? ജിയുവിന് ശരിക്കും ഡാഹിയോട് എന്താണ് പ്രശ്നം? ഇതെല്ലാം കാണാനായി 4ാമത്തെ എപ്പിസോഡ് കാണുവാൻ ആരും മറന്നു പോകരുത്. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.